Okay. Good afternoon, all of you. All of you mark your Good attendance. afternoon. Good afternoon. All of you mark your attendance. Okay. Apa കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പാഠം കഴിഞ്ഞില്ലേ നമ്മുടെ അബ്ദുൽ കലാം ആസാദ്? Yes. Yes. Questions എഴുതിയെടുത്തോ മക്കളെല്ലാവരും? Yes. Okay. എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. ടെക്സ്റ്റ് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. പറഞ്ഞില്ല. അബ്ദുൽ കലാം ആസാദിന്റെ പാട്ടിലെ എട്ടാമത്തെ ഒന്ന് പറഞ്ഞുതരാൻ അടുത്ത ക്ലാസ്സില്. പറയാം. ഓക്കെ. അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണല്ലോ നാം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. കണ്ടോ? പേജ് നമ്പർ 29. All of you listen. പേജ് നമ്പർ 29. അതിൽ എട്ടാമത്തെ ആക്ടിവിറ്റി അല്ലേ? അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണല്ലോ നാം ദേശീയ വിദ്യാഭ്യാസ ആചരിക്കുന്നത്. താഴെ കൊടുത്ത ദിനാചരണങ്ങൾ കൂടി ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തി എഴുതാമെന്നാണ്. അതിൽ ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞ? അധ്യാപക ദിനം. എന്താ പറഞ്ഞ? എന്താ ഫസ്റ്റ് വൺ പറഞ്ഞേ? ലാസ്റ്റ് വായിക്കുന്നതാണ്. ഇയാളെ കൊണ്ട് കണ്ടിന്യൂ വായിച്ചേ. ഫസ്റ്റ് വൺ പറഞ്ഞ അധ്യാപക ദിനം. ആരുടെ ജന്മദിനമാണ്? കേൾക്കുന്നില്ലേ മക്കളെ? ക്ലിയറില്ലാത്ത പോലെ. എല്ലാരും മ്യൂട്ടാക്കോ. വേറെ എന്തോ ശബ്ദം കേൾക്കുന്നു. അൺമ്യൂട്ട് ആക്കുന്നോണ്ട് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ മ്യൂട്ട് ആക്കാം. ഡോക്ടർ എസ് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ മക്കളെ. ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതിയാലും മതി. എട്ടാമത്തെ ആക്ടിവിറ്റി അബ്ദുൽ കലാം ആസാദിന്റെ. ഇതിന്റെ ബാക്കി ഇവിടെ താഴെ എഴുതണേ. ഓക്കെ. ഒന്നാമത്തെ എന്താണ്? അധ്യാപക ദിനമായി നാം ആചരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അല്ലേ? അപ്പൊ ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതും. ഇത് ആദ്യത്തെ. ഓക്കെ. ഒന്നാമത്തേത് അബ്ദുൽ കലാം ആസാദിന്റെ, ശ്രദ്ധിക്കുക പറയുന്നത്, എട്ടാമത്തെ ആക്ടിവിറ്റിയില് ലാസ്റ്റ് ഞാൻ എഴുതി തന്നിരുന്നില്ല കഴിഞ്ഞ ദിവസം. അപ്പൊ അതാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആരുടെ ജന്മദിനമാണ് ആചരിക്കുന്നത് നമ്മള്? ആരുടെ ജന്മദിന?
ഷഹുമ, ഷഹുമ വി ഇവിടെ പോയോ? ആരുടെ ജന്മദിന നിഹാര? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? നോ നോ, ശ്രദ്ധിക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആസാദ് അല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാതെ ആൻസർ പറയരുത്. നെക്സ്റ്റ്, അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ജോഹാന, ആരുടെ ജന്മദിന? പ്ലീസ് അൺമ്യൂട്ട്. എന്താണ് സെൽന? ഡോക്ടർ രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മള് അധ്യാപക ദിനമായി ആചരിക്കുന്നത് അല്ലേ? നെക്സ്റ്റ്, ശിശുദിനം ആരുടെ ജന്മദിനാണെന്നാ പറഞ്ഞത് സാമുവലെ? ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് നമ്മള് ചിൽഡ്രൻസ് ഡേ ആയിട്ട്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ മോനെ. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ. ഓക്കെ, അപ്പൊ നെഹ്റു രണ്ടാമത്തെ എന്താ ഇതിന്റെ ആൻസർ? നെഹ്റു. അപ്പൊ അതിന് നേരെ നിങ്ങൾ എഴുതുക നെഹ്റു. ആ ടെക്സ്റ്റ് തന്നെ എഴുതിക്കോ. നെഹ്റു. ഓക്കെ, അടുത്ത എന്താണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ആരുടെ ജന്മദിനമാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ആരുടെ? ജുവലെ. ജോമൽ ഉണ്ടായിരുന്നില്ലല്ലോ. ജുവലെ അൺമ്യൂട്ട് ചെയ്തേ. കൊറേ സമയം രണ്ടുപേരും കൂടെ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്തേ ജുവൽ. എന്താണ്? ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് നമ്മള്? അൺമ്യൂട്ട് ചെയ്ത് വെച്ചു. വീണ്ടും മ്യൂട്ട് ചെയ്ത് വെച്ചു. അറിയില്ലായിരിക്കും ഉത്തരം അല്ലെ? നിദ, ആരതാ നിദ? നിദ ഫാത്തിമ. ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് നാം? സലീം. സാലിം അലി. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? ജോഹാനി ഒന്ന് എഴുതാണ്ടാണോ ഇരിക്കുന്നത്? അല്ല, എഴുതി. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കളയുന്നേ. സാലിം അലി എന്നാണ് എഴുതേണ്ടത്. സാലിം അലി. ഓക്കെ, നെക്സ്റ്റ് ദേശീയ യുവജന ദിനം ആരുടേതാണെന്നാ പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? റോഷനൊന്നും ഈ ഭാഗത്തേ അല്ല അല്ല റോഷൻ? ചോദിക്കട്ടെ, ഓർമ്മയുണ്ടോന്ന് അറിയണ്ടേ. ആരുടെ ആസന? സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, എഴുതി വെച്ചില്ലേ നമ്മള്? എഴുതിക്കോ.
സ്വാമി വിവേകാനന്ദൻ. അസ്ന, എന്താ അവിടെ പരിപാടി? ഇവിടെ ബോർഡിൽ വരക്കുവാണോ പരിപാടി? ഓക്കെ, സ്വാമി വിവേകാനന്ദൻ എഴുതിയോ? സ്വാമി വിവേകാനന്ദ ജന്മദിനം, വിവേകാനന്ദന്റെ ജന്മദിനമാണ്. നെക്സ്റ്റ്, ദേശീയ സേവന ദിനം. ആരുടേതാ മക്കളെ ദേശീയ സേവന ദിനം? ആരുടേതാണ് സേവന ദിനം? ആർക്കറിയാം? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞോ? നോ. എന്നിട്ടെന്താ ആരും ചോദിക്കഞ്ഞേ? അപ്പോഴേക്ക് സമയം കഴിഞ്ഞു അല്ലെ? ഓക്കെ, ആരുടേതാ സേവന ദിനം? നമ്മള് സേവനവാരമൊക്കെ ആഘോഷിക്കില്ലേ? എപ്പോഴാ? ആർക്കും അറിവില്ല? യെസ്, നവമി. എന്താ നവമി? ആരുടേതാ? ഗാന്ധിജി. ഓക്കെ, വെരി ഗുഡ്. ഗാന്ധിജി അല്ലെ? ഗാന്ധി ജയന്തിക്കാണ് നമ്മൾ സേവന ദിനമായി ആഘോഷിക്കുന്നത് അല്ലെ? നമ്മൾ സേവന വാരമൊക്കെ ഉണ്ടാക്കും, സ്കൂളുകളിലൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യും അല്ലെ? അപ്പൊ ദേശീയ സേവന ദിനം. മിസ് ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതണോ? നോട്ട്ബുക്കിലേക്ക് എഴുതണമെങ്കിൽ എഴുതിയാ മതി. ഇവിടെ സ്ഥലം ഉണ്ടല്ലോ എഴുതാൻ. ഇതിൽ എഴുതി വെച്ചാലും മതി, പക്ഷെ നിങ്ങൾ പഠിച്ചാ മതി, ഓർമ്മിച്ചാ മതി. ഇതുപോലെ ചോദിക്കുമ്പോ മേലോട്ട് നോക്കാൻ പാടില്ല, പഠിച്ച കാര്യങ്ങൾ. ഗാന്ധിജി അല്ലെ? ഒക്ടോബർ 2-നാണ് നമ്മള് സേവന ദിനമായി ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് അതിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കൃത്യമായി എഴുതിയെടുത്തല്ലോ? എല്ലാവരും എഴുതിയെടുത്തോ മക്കളെ? കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി മിസ് വായിക്കാം. അധ്യാപക ദിനം ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം. ശിശുദിനം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ദേശീയ യുവജന ദിനം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം. അടുത്ത ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനം. അടുത്ത ദേശീയ സേവന ദിനം ഗാന്ധിജിയുടെ ജന്മദിനം അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു ലെസൺ കംപ്ലീറ്റ് ആയില്ലേ മക്കളെ? ഇനി ആർക്കെങ്കിലും അത് മനസ്സിലാവാതെ ഉണ്ടോ? നോ. കറക്റ്റ് തന്നെയാ. നോട്ട് കംപ്ലീറ്റ് ചെയ്തോ? ഇന്നലെ രാത്രി ഞാൻ നോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഏതെല്ലാം നിരകളിൽ, അതായത് ക്വസ്റ്റ്യൻ ആൻസറിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, പേജ് നമ്പർ 28 4ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ഏതെല്ലാം നിലകളിൽ ആസാദ് പ്രശസ്തനായിരുന്നു? ഏതെല്ലാം നിലകളിലാ? വിദ്യാഭ്യാസം, ശാസ്ത്രം, ഗവേഷണം അല്ലെ എന്നീ നിലകളിലായിരുന്നു ആര്? ആസാദ് പ്രശസ്തനായത്. അതേ ഉത്തരമാണ് ഏത്? നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. 1948 രൂപീകരിച്ച ആദ്യ മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളാണ് ആസാദ് കൈകാര്യം ചെയ്തിരുന്നത്? അതിന്റെ ആൻസർ എങ്ങനെയാ? 1948 രൂപീകരിച്ച ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്രം, ഗവേഷണം എന്നീ വിഷയങ്ങളാണ് ആസാദ് കൈകാര്യം ചെയ്തിരുന്നത്. രണ്ടിന്റെ ഉത്തരം ഒരേ ആൻസർ ആണ്. അതുകൊണ്ടാണ് 2ആയിട്ട് തരാതിരുന്നത്. അതായത് നമ്മൾ ഇപ്പൊ എഴുതിയ സമയത്ത് 5th ക്വസ്റ്റ്യനേ ഉണ്ടാവും. നമ്മുടെ ടെക്സ്റ്റിൽ ഓൾറെഡി 6th ക്വസ്റ്റ്യൻ ഉണ്ട്. മനസ്സിലായോ? എന്താണ് അലന് ഡൗട്ട് ഉണ്ടോ? പറഞ്ഞു. മിസ് അതിൽ എഴുതി തന്നിരിക്കുന്നത് ശാസ്ത്രം, ഗവേഷണം എന്നാണ്. പക്ഷെ ടെക്സ്റ്റിൽ ഞാൻ നോക്കിയപ്പോ കണ്ടത് ശാസ്ത്ര ഗവേഷണം. ശാസ്ത്രം, ഗവേഷണം അല്ലേ ഞാൻ എഴുതിയത്? ടെക്സ്റ്റിൽ എങ്ങനെയാ? ശാസ്ത്ര ഗവേഷണം. ഓക്കെ,
ശാസ്ത്ര ഗവേഷണം. കോമിട്ടിട്ടുണ്ടോ ശാസ്ത്രം എഴുതിയിട്ട്? ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയതിൽ ഒരു PDF തന്നത്, അതിൽ നോക്കി എഴുതിക്കോ, അത് കറക്റ്റ് എഴുതിയാണ് കേട്ടോ. അപ്പൊ 5 ക്വസ്റ്റ്യനെ കാണൂ. അപ്പൊ ഡൗട്ട് ഉണ്ടാവും, എഴുതിയവർക്കേ ഡൗട്ട് ഉണ്ടാവും. പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടായില്ല, എഴുതിയില്ലയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ ആൻസർ മുഴുവൻ സെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര പേര് അത് എഴുതിയെടുക്കുന്നുണ്ടെന്ന് അറിയില്ല അല്ലേ. പക്ഷേ ഈ എക്സാമിനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ജോയലെ അത് കംപ്ലീറ്റ് നോട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം ഇന്ന് വൈകുന്നേരത്തേക്ക്. മനസ്സിലായോ? എഴുതാത്തവര് എഴുതിയിട്ട് കംപ്ലീറ്റ് നോട്ടും തരണം, കാരണം എക്സാം ആണ് വരുന്നത്. അപ്പോൾ 1 to 6 ലെസൺ എക്സാമിന് ഉണ്ടാവും. അപ്പൊ നല്ലതുപോലെ പഠിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോ 1 മുതൽ 6 ലെസൺ വരെയുള്ളത് കംപ്ലീറ്റ് പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ലെസൺ ആണ് ഇനി എടുക്കാനുള്ളത്. എന്താണ് പേര് നോക്കിയേ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ പൂവിളി അല്ലേ? നെക്സ്റ്റ് ലെസന്റെ പേരെന്താ? പൂവിളി. കണ്ടോ? 7ാമത്തെ ലെസൺ എന്താ പേര്? പൂവിളി അല്ലേ? നമുക്ക് നോക്കാം അത്. ഇനി ആസാദിന്റെ ലെസണിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടോ. എന്താണ് ഷാൻ? ആറാടത്തിന്റെ ആക്ടിവിറ്റി ഒന്ന് അയച്ചുതരാമോ? ഏത്? 6ാം പാഠത്തിന്റെ ആക്ടിവിറ്റി. 6ാം പാഠത്തിന്റെ ആക്ടിവിറ്റി ഒന്നും മോൻ ക്ലാസ് ചെയ്തില്ലേ? എന്ത് പറ്റി? യൂട്യൂബ് ക്ലാസ് കണ്ടാൽ നിനക്ക് എഴുതാൻ പറ്റുമല്ലോ. അത് ആക്ടിവിറ്റീസ് ഏതെങ്കിലും ഒരു കുട്ടിയോട് ചോദിച്ചു നോക്ക് കേട്ടോ. ടെക്സ്റ്റിലുള്ളത് ഞാൻ കംപ്ലീറ്റ് എഴുതിയില്ല, ഞാൻ എഴുതി അയച്ചു തരാം. ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം? സെലിന ഒന്ന് അയച്ചു കൊടുക്കാൻ പറ്റുമോ? കംപ്ലീറ്റ് എഴുതിയല്ലേ? ഓക്കെ, ആ സെലിനോട് ഒന്ന് അയച്ചു തരാൻ പറ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം ചോദിച്ചിട്ട് വാങ്ങുക കേട്ടോ. എന്നിട്ട് എഴുതാതിരിക്കരുത്. ആൻസേഴ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതാതിരിക്കരുത്. മിസ്സിനോട് ചോദിക്കാം, മിസ് ഇങ്ങനെ ആരോടെങ്കിലും കുട്ടികളോട് പറയാ കേട്ടോ. ഇനി ആർക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഏമി കംപ്ലീറ്റ് ചെയ്തോ? ഷെസിൻ ഓക്കെ, പിന്നെ ആരാ? ടോഷിൻ എന്തായി? കംപ്ലീറ്റ് ആണോ? ടെക്സ്റ്റ് മാത്രല്ല നോട്ടും കംപ്ലീറ്റ് ആവണം. ജോഹാനക്ക് കംപ്ലീറ്റ് അല്ലേ? എന്തുകൊണ്ടാ ജോഹാന? ക്ലാസ് കാണണ്ടേ? യൂട്യൂബ് ക്ലാസ് കണ്ടിരുന്നു, അതിനകത്ത് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടില്ലായിരുന്നു. അയ്യോ, ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ടല്ലേ ആക്ടിവിറ്റീസ് പറഞ്ഞത് അല്ലേ? ഞാൻ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവർക്ക് വേറെ ക്ലാസ് എടുത്തോ? ഞാൻ ഈ ആക്ടിവിറ്റീസ് തന്നെ എത്ര ദിവസമായി എന്നറിയോ എടുക്കുന്നേ അല്ലേ? ഈ ആസാദിന്റെ ആക്ടിവിറ്റീസ് എത്ര ദിവസമായി? നീളുന്നേ ഉണ്ടായിരുന്നില്ല, ക്ലാസ് മുമ്പോട്ട് പോയേ ഇല്ല. ആകെ അത്രേ ഉള്ളൂ. അർത്ഥവും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് പറഞ്ഞു, അർത്ഥം ബാക്കിലുണ്ട്, അതായത് നമ്മുടെ നിഘണ്ടുവിലുണ്ട്. നെക്സ്റ്റ് ഒറ്റ വാക്കിൽ മാറ്റി എഴുതുക, അതിലും അത്രേ ഉള്ളൂ. വംശജ, പങ്കജ, പത്മജ, മഹിജ. അടുത്തത് ആശംസകൾ തയ്യാറാക്കാനാണ്. പുതുവർഷം എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഓണം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അടുത്ത ജന്മദിനം, നിങ്ങൾക്ക് എൻ്റെ ജന്മദിനാശംസകൾ. ഒന്നുകൂടി മിസ് വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്ക്. നിങ്ങൾക്ക് എൻ്റെ ജന്മദിനാശംസകൾ. വിവാഹത്തിന് എങ്ങനെ എഴുതുക നമ്മള്? നിങ്ങൾക്ക് എൻ്റെ വിവാഹ മംഗളാശംസകൾ അല്ലേ? അങ്ങനെ എഴുതും. നെക്സ്റ്റ് അടുത്ത് എന്താ ഉണ്ടായി? തൂലികാ നാമങ്ങൾ ആരുടേതെന്ന് കണ്ടെത്താം. ഉറൂബ് ആരാ? PC കുട്ടിക്കൃഷ്ണൻ. വിലാസിനി ആരാ? എഴുതിയിട്ടുണ്ടോക്കട്ടെ. സിദ്ധാന്ത ആരാ?
ആരാ രണ്ടാമത്തെ വിലാസിനി? കമ്മനൻ. ഏ ഇതാണോ നിങ്ങൾ എഴുതിയത്? ഇങ്ങനെയാണോ? ആരാ വൃത്തി എഴുതിയ അവര്? ആരൊക്കെയാ വൃത്തി എഴുതാത്തവര്? എന്താ അറിയില്ലോ എഴുതിയത്? അഞ്ചാമത്തേല് സെക്കൻഡ് വൺ. ആ MK മേനോൻ. ഓക്കെ, MK മേനോനാണ്. MK സിദ്ധാന്തം അത് വൃത്തിയിൽ എഴുതി. MK മേനോൻ. അടുത്തത് കോവിലൻ. എന്താണ് സിദ്ധാന്തം എഴുതിയത്? സിദ്ധാന്തം ഒന്ന് വായിച്ചേ. VP അയ്യപ്പൻ. VP അല്ല, VV അയ്യപ്പൻ അല്ലേ? അങ്ങനല്ലേ എഴുതിയത് എല്ലാവരും? VV അയ്യപ്പൻ. VV അയ്യപ്പൻ എന്നാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് മാലി. P മാധവൻ നായർ. അതാണ് P മാധവൻ നായർ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് അവാർഡുകൾ കണ്ടെത്തി എഴുതാന്നുള്ളത് നമ്മൾ 3-4 അവാർഡുകളുടെ പേര് എഴുതി. പത്മശ്രീ എഴുതി, പിന്നെന്താ പത്മവിഭൂഷൺ എഴുതി, പത്മഭൂഷൺ എഴുതി, ജ്ഞാനപീഠം വേണമെങ്കിൽ എഴുതാ, കീർത്തി ചക്ര വേണമെങ്കിൽ എഴുതാ, ഒരുപാടുണ്ട്. ഫാൽക്കെ അവാർഡ്, പരംവീർ ചക്ര, അതൊക്കെ ഉണ്ട്. ഒരു 3-4 നമ്മൾ എഴുതിയുള്ളൂ. ഇനി അടുത്തത് 7-മത്തത് ആസാദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അല്ലെ? ഓരോ വർഷം തന്നിട്ടുണ്ട്. അത് ആസാദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെ എഴുതണം എന്ന് എഴുതി. അതിൽ നമ്മൾ എഴുതി എന്ത്? 1888 ആസാദിന്റെ ജനനം, 1920 ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ച, 1940 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ, 1948 ആദ്യ മന്ത്രിസഭയിലെ മന്ത്രിസ്ഥാനം, 1956 ആസാദിന്റെ മരണം, 1992 ഭാരതരത്ന അവാർഡ് ലഭിച്ചു. ഇവ അങ്ങനെ നമ്മൾ ക്രമത്തിൽ എഴുതി അല്ലേ? പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 8-മത്തെ ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് എന്ത്? അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം. അതേപോലെ കുറെ പേരുടെ ജന്മദിനമാണ് ഓരോ ദിനമായി നമ്മൾ ആചരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അധ്യാപക ദിനം ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. ശിശുദിനം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. ദേശീയ യുവജന ദിനം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനമാണ്. ദേശീയ സേവന ദിനം ഗാന്ധി ജയന്തിക്കാണ് നമ്മൾ ആഘോഷിക്കുന്നത്, അതായത് ഗാന്ധിജിയുടെ ജന്മദിനത്തിന്. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ ജന്മദിനം ഈ അടുത്ത കാലത്ത് ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. അറിയോ എപ്പോഴാണ് ഗാന്ധി ജയന്തി? എപ്പോഴാണ് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത്? മുഹമ്മദ് ഷാനെ. ഒക്ടോബർ 2. ഓക്കെ, ഒക്ടോബർ 2-നാണ് അല്ലേ? ഒക്ടോബർ 2 നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത്. അത് ഓർമ്മയുണ്ട് എല്ലാവർക്കും, കാരണം ഒരു ലീവ് കിട്ടേണ്ട ദിവസമാണ് അല്ലേ? അതുകൊണ്ട് ഓർമ്മയുണ്ട്. ഓക്കെ, ഇനി 7-മത്തെ ലെസൺ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം ഇതുവരെയുള്ള ലെസൺസ്, എന്നാലേ നമുക്ക് എക്സാമിന് പഠിക്കാൻ പറ്റും. പൂവിളി ഇത് വരില്ല കേട്ടോ. ഇനി എക്സാമിന് ഈ പ്രാവശ്യത്തേന് ഇതിന്റെ ഒന്നും വരില്ല. പൂവിളി എന്നാണ് പേര്. നമുക്കൊന്നത് പാടി നോക്കാം, അതിനുള്ള ടൈമേ ഉണ്ടാവും. ശ്രദ്ധിക്കുക എല്ലാവരും. എങ്ങും പൂവിളി പൊങ്ങുകയായി പൊന്നും ചിങ്ങമുണർന്നല്ലോ, കോടിയുടുത്ത കുന്നിൻ ചെരുവിൽ കോടിപ്പൂക്കളണഞ്ഞല്ലോ, പല പല വർണ്ണ പൂവുകൾ പുലരി പൂക്കളമൊന്നു ചമച്ചല്ലോ, ഊഞ്ഞാലാടി രസിക്കാനെങ്ങും പൂങ്കാറ്റോടി നടന്നല്ലോ, പുന്നെല്ലിൻ മണമുണ്ടു കളിക്കാൻ പൂന്തേൻ തുമ്പികൾ വന്നല്ലോ, ഓണപ്പാട്ടുകൾ പാടി നടക്കാൻ പൂവാലൻ കിളി ചെന്നല്ലോ, നിറമോലും തിരുവോണപ്പുടവകൾ പകലോൻ പിന്നെ തന്നല്ലോ,
തങ്കവിളക്കു കൊളുത്തിക്കൊണ്ട് തിങ്കളുദിച്ചു തെളിഞ്ഞല്ലോ. എങ്ങും പൂവിളി പൊങ്ങുകയായി പൊന്നും ചിങ്ങമുണർന്നല്ലോ. പൊന്നും ചിങ്ങമുണർന്നാലിവിടെ സന്തോഷത്തിരയാലോലം. ഇത്രയേ ഉള്ളൂ വരികൾ അല്ലേ. എന്തൊക്കെയാ പറഞ്ഞേ? ചിങ്ങം ഉണർന്ന കാര്യമാണ് പറയുന്നത് അല്ലെ. പൂവിളി എങ്ങും പൂവിളി പൊങ്ങുകയായി എന്നാണ് പറയുന്നത്. നമ്മുടെ മാസം ഏതായാലും ചിങ്ങമാസം കഴിഞ്ഞു പോയി. നമ്മളിത് എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അല്ലേ. ഓണമൊക്കെ കഴിഞ്ഞു, പൂവിളിയൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി. പക്ഷെ എന്നാലും പൂക്കളൊക്കെ വിരിഞ്ഞേക്കുന്ന സമയം തന്നെയാണ് അല്ലേ. ഓണമൊക്കെ കഴിഞ്ഞു, ചിങ്ങമാസത്തിലെ ഓണമൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്നുകൂടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ അല്ലേ. എങ്ങും പൂവിളി പൊങ്ങുകയായി പൊന്നും ചിങ്ങമുണർന്നല്ലോ. കോടിയുടുത്ത കുന്നിൻ ചെരുവിൽ കോടിപ്പൂക്കളണഞ്ഞല്ലോ. പല പല വർണ്ണ പൂവുകൾ പുലരി പൂക്കളമൊന്നു ചമച്ചല്ലോ. ഊഞ്ഞാലാടി രസിക്കാനെങ്ങും പൂങ്കാറ്റോടി നടന്നല്ലോ. പുന്നെല്ലിൻ മണമുണ്ടു കളിക്കാൻ പൂന്തേൻ തുമ്പികൾ വന്നല്ലോ. ഓണപ്പാട്ടുകൾ പാടി നടക്കാൻ പൂവാലൻ കിളി ചെന്നല്ലോ. നിറമോലും തിരുവോണപ്പുടവകൾ പകലോൻ പിന്നെ തന്നല്ലോ. തങ്കവിളക്കു കൊളുത്തിക്കൊണ്ട് തിങ്കളുദിച്ചു തെളിഞ്ഞല്ലോ. എങ്ങും പൂവിളി പൊങ്ങുകയായി പൊന്നും ചിങ്ങമുണർന്നല്ലോ. പൊന്നും ചിങ്ങമുണർന്നാലിവിടെ സന്തോഷത്തിരയാലോലം. അപ്പോ പൊന്നിൻ ചിങ്ങം ഉണർന്നാൽ എങ്ങനെയാ പറഞ്ഞേ? സന്തോഷത്തിരയാലോലം, സന്തോഷത്തിന്റെ തിരകള് ഉണ്ടാവുന്ന സമയാണെന്നാ പറഞ്ഞ അല്ലെ. പൊന്നിൻ ചിങ്ങം ഉണരുമ്പോൾ എന്തുകൊണ്ടാ? ഓണമൊക്കെ വരുന്നോണ്ടല്ലോ ഒക്കെയാണല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ പൂവിളി നമുക്ക് അടുത്ത ദിവസം തന്നെ എടുക്കാം അല്ലെ. ഇപ്പൊ തുടങ്ങിയാല് ലാസ്റ്റ് 2 മിനിറ്റേ ഉള്ളൂ. എത്ര ദിവസമായി എന്നറിയോ ആസാദിന്റെ പാടും കൊണ്ട് നമ്മള് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം അല്ലെ. പഠിക്കാൻ സമയമില്ല. അപ്പൊ എക്സാമിന് വേണ്ടി നന്നപോലെ പഠിക്കുക കേട്ടോ മക്കള്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ?